മക്കളെ, അടുത്ത ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. നമ്മൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ കെയർഫുള്ളായിട്ട് നോക്കുക. ഇൻ ദ ഫിഗർ O ഈസ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്, ഒരു സർക്കിളുണ്ട്, അതിൻ്റെ സെൻറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഈ ആംഗിൾ A45 ഇത് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഈ വൈറ്റായിട്ട് എഴുതിയേക്കണമൊക്കെ സാർ എഴുതിയിരിക്കുന്നതാണ്. നമുക്ക് തന്നിരിക്കുന്നത് ഈ യെല്ലോ കളറിലുള്ള 45 ഡിഗ്രി ആംഗിൾ A തന്നിട്ടുണ്ട്. ഇനി വാട്ട് കൈൻഡ് ഓഫ് ട്രയാങ്കിൾ ഈസ് OAC? അതായത് ചിത്രത്തിൽ വൃത്തകേന്ദ്രമാണ് O എന്ന് പറയുന്നത്. OAC എന്ന ത്രികോണം ഏത് തരം ത്രികോണമാണ്? നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് അതിൻ്റെ ഉത്തരം പറയാം. ഈ OAC എന്ന ട്രയാങ്കിള് ഏത് തരം ട്രയാങ്കിളാണ്? നമുക്കറിയാം ഇത് രണ്ടും റേഡിയസ് ആണ്. അപ്പോൾ ഈ രണ്ട് OA ഈസ് ഈക്വൽ ടു OC, ആ രണ്ട് സൈഡും ഈക്വലാണ്. അപ്പം നമുക്കറിയാം രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പം അതിൻ്റെ ഉത്തരം ഐസോസെലസ് ട്രയാങ്കിൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി മെഷർ ഓഫ് ABC? നമുക്ക് ABC നോക്കാം. ഈ കാണുന്നതാണ് ABC. നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് 45 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആംഗിൾ A ഈസ് ഈക്വൽ ടു 45 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ഈ രണ്ട് സൈഡും ഈക്വലാണ്, കാരണം രണ്ടുപേരും റേഡിയസ് ആണ്. നമുക്കറിയാം ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 45 ആണെങ്കിൽ ഇതും 45 ആയിരിക്കും. അപ്പം നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ 180 ആണ്. അപ്പോൾ ഇത് 45 ഇത് 45 ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ AOC എന്ന് പറയുന്നത് 90 ആയിരിക്കും. 90യുടെ പകുതിയാണ് ഈ ആർക്കിൽ വരുന്നത്. അപ്പം നമുക്ക് 90യുടെ പകുതി എടുക്കുമ്പം ഈ ആംഗിൾ ABC 45. നമുക്ക് ആൻസർ കിട്ടി. അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദി മെഷർ ഓഫ് ABC? അല്ലെങ്കിൽ നമുക്കിവിടെ പറയാം B, ആംഗിൾ ABCയുടെ അളവ് എന്താണ്? അപ്പം നമുക്ക് ആൻസർ 45 എന്ന് കിട്ടി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ADC? അതായത് ആംഗിൾ ADCയുടെ അളവ് എത്രയാണ്? ഇത് നമുക്ക് പെട്ടെന്ന് പറയാം. ADCയുടെ അളവ് നമുക്ക് പെട്ടെന്ന് പറയാം, കാരണം ABC 45 കിട്ടി. ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്, നമുക്കറിയാം. അപ്പം തീർച്ചയായിട്ടും ഈ ആംഗിൾ Bയും ആംഗിൾ Dയും കൂടി ടോട്ടൽ 180 വരും. കാരണം സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ ടോട്ടൽ 180ആണ്. അപ്പോൾ ഇത് 45 ആയതുകൊണ്ട് നമുക്കിത് 180യിൽ നിന്നും ഈ 45 അങ്ങ് മൈനസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് 135 കിട്ടും. അപ്പോൾ ആ ഉത്തരവും പെട്ടെന്ന് കിട്ടി. ഇനി ഒറ്റ ക്വസ്റ്റ്യനും കൂടിയേ ഉള്ളൂ. ഇഫ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ ഈസ് 6 സെൻറ്റിമീറ്റർ, ദെൻ വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് AC? അതായത് വൃത്തത്തിൻ്റെ ആരം 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഞാൻ ACയുടെ നീളം എന്താണ്? വൃത്തത്തിൻ്റെ ആരം റേഡിയസ് OAയും OCയും 6 സെൻറ്റിമീറ്റർ അവർ തന്നിട്ടുണ്ട്, 6 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ACയുടെ നീളം എത്ര? നമുക്ക് ഈസി ആയിട്ട് പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. കാരണം ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിൾ നമുക്കിവിടെ ഹൈപ്പോട്ട്ന്യൂസ് ഏതാണ്? ഈ 90യുടെ ഓപ്പോസിറ്റുള്ള AC ആണ്. AC ആണ് ഹൈപ്പോട്ട്ന്യൂസ്. അപ്പോൾ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് പറയാം AC ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് AO സ്ക്വയർ പ്ലസ് OC സ്ക്വയർ. നമുക്കറിയാം AC സ്ക്വയർ ഈക്വൽ ടു AO സ്ക്വയർ പ്ലസ് OC സ്ക്വയർ എന്ന് കിട്ടും, പൈതഗോറസ് തിയറം. അപ്പം നമുക്ക് AC ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ എന്ന് കിട്ടും. റൂട്ട് ഓഫ് 6 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ ഈസി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇതിനെ 36 പ്ലസ് 36 എന്ന് എഴുതാൻ പോകരുത്. ഇതിൻ്റെ ഈസി മെത്തേഡ് സാർ പറഞ്ഞുതരാം. നമുക്കറിയാം എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ 6 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം 6 സ്ക്വയർ വരുന്നു എന്നാണ്. അപ്പോൾ അതിനെ നമുക്ക് 2 ഇൻറ്റു 6 സ്ക്വയർ എന്ന് പറയാം. 6 സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 6 ആണ്. 2ൻ്റെ സ്ക്വയർ റൂട്ട് റൂട്ട് 2 ആണ്. അപ്പം നമുക്ക് ACയുടെ വാല്യൂ 6 √2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ എല്ലാ ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ ചെയ്തു.
ഇപ്പം 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 4 ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ചെയ്തു. മക്കൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഓൺലൈൻ ട്യൂഷൻസിനായിട്ട് സാറിൻ്റെ ടീച്ചേഴ്സിനെ നമുക്ക് വാട്സാപ്പിൽ ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ സാറിൻ്റെ വീഡിയോ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനും മക്കൾ മറക്കരുത്.